നമസ്കാരം. ഭക്തിയുടെ പുണ്യതീരത്തേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഭഗവാനു മുന്നിൽ നമ്മൾ സമർപ്പിക്കേണ്ട ഏറ്റവും വലിയ വഴിപാട് എന്തായിരിക്കണമെന്ന്? സ്വർണമോ, പണമോ, അതോ മറ്റെന്തെങ്കിലുമോ? ഇതാ സമ്പത്തിന്റെ അഹങ്കാരവുമായി നടന്ന ശ്രീധരന്റെയും നിഷ്കളങ്ക ഭക്തനായ മാധവന്റെയും കഥ. ഭഗവാൻ സ്വപ്നത്തിലൂടെ നൽകിയ ഒരൊറ്റ മറുപടി എങ്ങനെയാണ് ഒരു ധനികന്റെ കണ്ണു തുറപ്പിച്ചത്? ഭക്തിയുടെ യഥാർത്ഥ അർത്ഥമെന്താണെന്ന് ഈ കഥയിലൂടെ നമുക്കറിയാം. പണ്ട് ഒരു മലയോര ഗ്രാമത്തിൽ മാധവൻ എന്നൊരു സാധുവായ പൂജാരി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആ ഗ്രാമത്തിലെ പഴയ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുക എന്നതായിരുന്നു ഏക വരുമാനം. മാധവൻ വലിയ സമ്പന്നനായിരുന്നില്ല. എങ്കിലും ഭഗവാനിലുള്ള അദ്ദേഹത്തിന്റെ ഭക്തി അതിരുകളില്ലാത്തതായിരുന്നു. നിത്യവും ഭഗവാനെ പൂജ ചെയ്യുമ്പോൾ അദ്ദേഹം സ്വന്തം കൈകൊണ്ട് നനച്ചു വളർത്തുന്ന തുളസിയിലകൾ കൊണ്ടുള്ള മാല മാത്രമേ സമർപ്പിക്കാറുണ്ടായിരുന്നുള്ളൂ. അതിലായിരുന്നു അദ്ദേഹത്തിന്റെ സന്തോഷം. അതേ ഗ്രാമത്തിൽ തന്നെ ശ്രീധരൻ എന്നൊരു ധനികനുണ്ടായിരുന്നു. വലിയ സമ്പത്തുണ്ടായിട്ടും അദ്ദേഹത്തിന് ദൈവവിശ്വാസം കുറവായിരുന്നു. അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് വലിയ സംഭാവനകളും സ്വർണ്ണാഭരണങ്ങളും വില കൂടിയ പൂക്കളുമൊക്കെ നൽകാറുണ്ടായിരുന്നു. അത് ആളുകളെ കാണിക്കാനും തന്റെ പ്രശസ്തി കൂട്ടാനുമായിരുന്നു. ഒരു ദിവസം ശ്രീധരൻ അഹങ്കാരത്തോടെ മാധവനോട് ചോദിച്ചു, മാധവ, ഇത്രയും പണമൊക്കെ ചെലവഴിച്ച് ഞാൻ വില കൂടിയ പൂക്കളും ആഭരണങ്ങളും ഭഗവാന് സമർപ്പിക്കുമ്പോൾ നീ ഇത് നിന്റെ വീട്ടുമുറ്റത്തെ തുളസിമാല മാത്രം സമർപ്പിച്ച് എന്ത് നേടാനാണ്? മാധവൻ ശാന്തനായി മറുപടി പറഞ്ഞു, എന്റെ ഭഗവാനോട് എനിക്ക് നൽകാൻ സാധിക്കുന്ന ഏറ്റവും മികച്ചത് ഈ തുളസിമാലയാണ്. എന്റെ സമ്പത്തല്ല, എന്റെ ഹൃദയമാണ് ഞാൻ സമർപ്പിക്കുന്നത്. ശ്രീധരൻ അത് കേട്ട് പരിഹസിച്ചു ചിരിച്ചു. അന്നു രാത്രിയിൽ ശ്രീധരൻ ഒരു സ്വപ്നം കണ്ടു. സാക്ഷാൽ ഭഗവാൻ അവനു മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് തന്റെ കഴുത്തിൽ കിടക്കുന്ന 2 മാലകൾ അവന് കാണിച്ചുകൊടുത്തു. ഒന്ന് വില കൂടിയ രത്നങ്ങളും സ്വർണവും നിറഞ്ഞ മാലയായിരുന്നു. മറ്റേത് മാധവൻ സമർപ്പിച്ച തുളസിമാലയും. ഭഗവാൻ ശ്രീധരനോട് പറഞ്ഞു, ഇതാ നീ എനിക്ക് നൽകിയ മാല. ഇത് നീ നിന്റെ നേട്ടങ്ങൾക്കു വേണ്ടി അഹങ്കാരത്താൽ തീർത്തതാണ്. എന്നാൽ ഇതാ മാധവൻ നൽകിയ തുളസിമാല. ഇതിലാണ് തുളസിയുടെ പരിശുദ്ധിയും. അതിലേറെ മാധവന്റെ നിഷ്കളങ്കമായ സ്നേഹത്തിന്റെയും ഭക്തിയുടെയും ചൂടുള്ള സ്പർശവുമുള്ളത്. എന്റെ മനസ്സിനോട് ഏറ്റവും ചേർന്നു നിൽക്കുന്നത് ഈ തുളസിമാലയാണ്. സ്വപ്നത്തിൽ നിന്നുണർന്ന ശ്രീധരന്റെ കണ്ണ് നിറഞ്ഞു. തന്റെ അഹങ്കാരവും മാധവന്റെ നിർമ്മലമായ ഭക്തിയും തമ്മിലുള്ള വ്യത്യാസം അയാൾ മനസ്സിലാക്കി. അടുത്ത ദിവസം അദ്ദേഹം ക്ഷേത്രത്തിലെത്തി മാധവന്റെ കാൽക്കൽ വീണു മാപ്പ് ചോദിച്ചു. പിന്നീട് അദ്ദേഹം ഭക്തിയുടെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കി. അഹങ്കാരമില്ലാത്ത ഭക്തനായി ജീവിച്ചു. ഈ കഥ നൽകുന്ന സന്ദേശം: ഭഗവാനു മുന്നിൽ പണത്തിനോ വിലയേറിയ വസ്തുക്കൾക്കോ സ്ഥാനമില്ല. നിഷ്കളങ്കമായ മനസ്സും ആത്മാർത്ഥമായ സ്നേഹവുമാണ് ഏറ്റവും വലിയ വഴിപാട്. ഇത് വെറുമൊരു കഥയല്ല, നമ്മൾ ഓരോരുത്തർക്കുമുള്ള സന്ദേശമാണ്. ദൈവം നമ്മൾ എത്രത്തോളം നൽകുന്നുവെന്ന് നോക്കുന്നില്ല, നമ്മൾ നൽകുന്നതിലെ ആത്മാർത്ഥതയും ഭക്തിയുമാണ് ഏറ്റവും പ്രാധാന്യം.